കർണാടകയിൽ BSc നഴ്സിംഗ്, MBBS, BDS പഠനങ്ങൾ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വർഷം വലിയ മാറ്റവുമായിട്ടാണ് KEAയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എന്തെല്ലാമാണ് മാറ്റങ്ങൾ, ആരെല്ലാമാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മുഴുവൻ ഡീറ്റെയിൽസും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ സൈഫ് വാളപ്ര, ക്ലാരിറ്റി മെൻറ്റർ. സാധാരണ കർണാടകയിൽ MBBSനൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് നീറ്റിൻ്റെ എക്സാമിനേഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷമാണ് അപേക്ഷ ക്ഷണിക്കാറുള്ളത്. എന്നാൽ ഈ വർഷം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് അപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടെ MBBSും BDSും BSc നഴ്സിംഗൊക്കെ പഠിക്കുന്ന ആളുകൾ അപേക്ഷ കൊടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ റോൾ നമ്പർ കൊടുത്തു അല്ലെങ്കിൽ മാർക്ക് കൊടുത്തിട്ട് അപ്ഗ്രഡേഷൻ മാത്രമാണ് ഉണ്ടാവുക. എല്ലാം ഓൺലൈൻ വെരിഫിക്കേഷനാണ്. നമുക്കറിയാം, അവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മലയാളികളായിട്ടുള്ള കേരളക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ കർണാടക എലിജിബിലിറ്റി ഇല്ലാത്ത, അതായത് നോൺ കർണാടക കാൻഡിഡേറ്റ്സിന് ഇത് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്യേണ്ടത് നീറ്റ് എക്സാമിനേഷൻ എഴുതി ഓൾ ഇന്ത്യ വഴി അപേക്ഷ ക്ഷണിക്കുകയാണ്. ഈ വർഷം എല്ലാം സെൻട്രലൈസ്ഡാവുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന മുറക്കേ അറിയുള്ളൂ. അതേപോലെ അവിടുത്തെ പ്രൈവറ്റ് കോളേജുകളിൽ ഒരു 500 മാർക്കിന് താഴെ ഒരു 400-450 മാർക്ക് കിട്ടുന്ന ആളുകൾക്ക് പ്രൈവറ്റ് കോളേജുകളിൽ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 11 ലക്ഷത്തിനുള്ളിലേക്കായിട്ടാണ് ഫീസ് വരിക. ആ ഫീസ് കൊടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ഏകദേശം 700ഓളം സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്. എക്സാമിനേഷൻ അവർ നീറ്റ് എക്സാമിനേഷൻ മാത്രം എഴുതിയാൽ മതി. ഇതുകൂടാതെ കാസർഗോഡൊക്കെയുള്ള ചില ആളുകൾക്ക് കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പാസ്സായിട്ട് വരുന്ന ആളുകൾക്ക്, അവിടുത്തെ റിസർവേഷൻ കിട്ടുന്ന ആളുകൾക്കും ഈ എക്സാമിനേഷന് അപേക്ഷിക്കാവുന്നതാണ്. അവർക്ക് അവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അപേക്ഷ കിട്ടും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം മധുസൂദൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. കഴിഞ്ഞ വർഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ 85 സീറ്റ് കർണാടകക്കാർക്കാണ്. ബാക്കി വരുന്ന 15 സീറ്റിൽ നോൺ കർണാടക കാൻഡിഡേറ്റ്സിന് അവസരം കിട്ടും. അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇതിൽ അപേക്ഷിക്കേണ്ടതുണ്ട്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം അവിടെ വർക്ക് ചെയ്യണമെന്നുള്ള ബോണ്ടിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാൻ സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കേരളത്തിൽ നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ കർണാടകയിൽ പോയിട്ട് നെയ്സിംഗ് പഠിക്കാറുണ്ട്. അവിടുത്തെ പ്രൈവറ്റ് കോളേജുകളിൽ നെയ്സിംഗ് പഠിക്കണമെങ്കിലും ഈ എക്സാമിനേഷൻ ഈ വർഷം എഴുതൽ നിർബന്ധമാണ്. ഇതിൽ എലിജിബിലിറ്റി കിട്ടാത്ത ആളുകൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഏറ്റവും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റ് പാരൻസിലേക്കൊക്കെ ഷെയർ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസാണ് ഞാനിതുവഴി നിങ്ങളോട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപേക്ഷിക്കാനുള്ള അവസാന തീയതി 10/2/2014 രാത്രി 11:59 വരെയാണ്. നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി 14/2/2024 അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് 7-ാം തീയതി മുതൽ ഡൗൺലോഡ് ചെയ്യാം. എക്സാമിനേഷൻ നടക്കുന്നത് 18/4/2024 10 മണി മുതൽ 11:50 വരെ ബയോളജിയാണ്. 2:30 മുതൽ 3:50 വരെ മാത്തമാറ്റിക്സ് ആണ്. BSc നഴ്സിംഗ് ഒന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊന്നും മാത്തമാറ്റിക്സ് എഴുതേണ്ടതില്ല. അതേപോലെ മറ്റ് എക്സാമിനേഷൻസ്, ഫിസിക്സ് നടക്കുന്നത് 19-ാം തീയതിയാണ് രാവിലെ 10:30 മുതൽ 11:50 വരെ. കെമിസ്ട്രി നടക്കുന്നത് 2:30 മുതൽ 3:50 വരെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ MBBSനോ BDSനോ ഒന്നും ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ബാക്കി യുനാനി, സിദ്ധ ഒക്കെ പോലുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ എക്സാമിനേഷനല്ല എഴുതേണ്ടത്. അവർക്ക് പ്രത്യേക നീറ്റ് എക്സാമിനേഷൻ നടത്തും. ആ എക്സാമിനേഷനോ അല്ലെങ്കിൽ നോർമൽ നീറ്റ് എക്സാമിനേഷനോ ആണ് എഴുതേണ്ടത്. ഈ എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഓർമ്മിക്കുകയാണ്. അപേക്ഷ ക്ഷണിക്കാൻ നോർമലി നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SLC ബുക്ക്, +2 കോളേജിൽ പഠിച്ച ഡീറ്റെയിൽസ്, ആധാർ കാർഡ് ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്ലാരിറ്റി മെൻറ്റർ എന്ന Instagram പ്രൊഫൈൽ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിന് താഴെ കമൻ്റായിട്ടോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.